അപ്പോൾ ഈ സി ഐ ഈ 3 കേസുള്ള പ്രതിയായിട്ട് സി ഐക്ക് തന്നെ ബന്ധം തന്നെ. ഇയാൾ വിളിച്ചുകൊണ്ട് ഇയാൾ ചാടി വന്ന് സിനിമാ സ്റ്റൈലിൽ ഷോ കാണിച്ചതാണ്. ഒരു 4 മിനിറ്റിനുള്ളിൽ ഈ ഏറ്റുമാൻ സി അൻസലും 4 പോലീസുകാരും, സി ഐയും ഡ്രൈവറും മാത്രമേ യൂണിഫോമിലുള്ളൂ, ബാക്കി എല്ലാവരും മഫ്തിയില്ല. ഇവർ വന്ന് നേരെ പുറയുന്നു വന്നിട്ട് ഒരു അക്ഷരം പോലും ചോദിച്ചിട്ടില്ല ആരോടും. അവിടെ നിന്നവരോടോ മോനോടോ ഡ്രൈവറോടോ ഒന്നും ചോദിക്കാതെ പുറയുന്നു വന്ന് ഇവനെ അടിച്ച് വീഴ്ത്തുവാണ്. അവിടുന്ന് നേരെ ജീപ്പിലേക്ക് പിടിച്ച് ഏറ്റവും പുറകിൽ ഇടിച്ചവനെ കൂട്ടി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇപ്പം നിലത്ത് വീണ് സാറേ. സങ്കടം വരും, കാരണം ഇവന് ഡിപ്രഷൻ കൂടിയുണ്ട്. ഇവന് അവന് 4-5 വർഷമായിട്ട് ഡിപ്രഷൻ ട്രീറ്റ്മെൻ്റ് ഉള്ളതാണ്. ഇവൻ നിലത്ത് വീണപ്പം ഈ കഴുത്തിനിട്ടും തലയുടെ ബാക്കിലിട്ടൊക്കെ ഇവർ ചവിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും, അവർക്കറിയാതെ. അതുകൊണ്ട് അവർ പറഞ്ഞു, നിങ്ങൾ പരാതിയായിട്ട് പോവുകയാണെങ്കിൽ മോനെതിരെ ഞങ്ങൾ കാപ്പയുമുത്തും. കാരണം ഇവന് കോളേജ് പഠിക്കുമ്പോൾ എസ് എഫ് ഐയുടെ യൂണിറ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റോ അങ്ങനെ എന്തോ നിലവിലൊക്കെ പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ 2 കേസുണ്ട് അവൻ. ആ 2 കേസുള്ള ക്യാമ്പസ് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവനെ ഞങ്ങൾ ഈ കേസും കൂടി ചുമത്തി അവനെ കാപ്പയുമുത്തും, പത്രസമ്മേളനം വിളിക്കും, നിങ്ങളുടെ ജോലി കളയും എൻ്റെ. അയാൾ ഈ പറഞ്ഞ ഡോക്ടറുടെ മൊഴിയിൽ തിരുത്തി. ഡോക്ടർ പറഞ്ഞ കാര്യം അല്ല ഇവർ എഴുതി വെക്കുന്നത്. ഡോക്ടർ പറഞ്ഞത് ഈ പയ്യൻ അണ്ടർ ട്രീറ്റ്മെന്റ് ആണ്, ഇവന് രോഗവിവരങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. അതെ. പക്ഷെ അത് എഴുതിയിട്ട് ലാസ്റ്റ് ഒരു 4 വരി 5 വരിയോളം ഇവൻ ഡ്രഗ് അഡിക്റ്റ് ആണ്, ഇവൻ ആശുപത്രി അടിക്കുക സ്വന്തമായിട്ട് എഴുതിച്ചു. ഇവർ എഴുതി ചേർത്തു. എന്ന് വെച്ചാൽ ഇവർ അവനിപ്പോൾ ചെന്ന് ഏറ്റുമാനൂർ ചെന്ന് ബസ് ഡ്രൈവറെ കൊല്ലണമെന്നാണ് പറയുന്നതും കൂടി ചേർത്തു. അതുപോലെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവനാണെന്നൊക്കെ. ഒരു ഡോക്ടറുടെ അതിന്റെ സ്റ്റാൻഡേർഡിൽ വേണ്ട എഴുതാൻ. അതെ. നമസ്കാരം. പിണറായി വിജയന്റെ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടന്ന ഭരണ കാലയളവിൽ സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും നേരെ ഉണ്ടായ പോലീസ് അതിക്രമങ്ങളുടെ എണ്ണമെടുത്താൽ അത് നമ്മുടെ കൈവിരലിൽ ഒന്നും ഒതുങ്ങില്ല, ഒരുപാടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും നിരപരാധികളായിട്ടുള്ള ആളുകളെയും പാർട്ടി സ്വാധീനവും മന്ത്രിതലത്തിലുള്ള സ്വാധീനവും ഉപയോഗിച്ച് കള്ളക്കേസിൽ കൊടുക്കുന്ന പ്രവണത പോലീസിനിടയിൽ അതിശക്തമായിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ എത്ര പരാതിയുമായി മുന്നോട്ട് പോയാലും അതെല്ലാം അട്ടിമറിക്കുന്ന ഒരു രീതിയാണ് നടന്നിരുന്നത്. കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരിൽ മന്ത്രി വി എൻ വാസവൻ, മുൻ മന്ത്രിയായിട്ടുള്ള വി എൻ വാസവന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പോലീസ് മർദ്ദന കേസ് അട്ടിമറിയുടെ കഥയാണ് ഇന്ന് ഞങ്ങൾ പറയുന്നത്. ഒരു നിരപരാധിയായ ഒരു യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി അതിക്രൂരമായി പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിക്കുകയും തുടർന്ന് ആ നീതി തേടി പല സ്ഥലങ്ങളിലും അലഞ്ഞ അദ്ദേഹത്തിൻ്റെ പിതാവിനെ മറ്റു രീതിയിൽ ദ്രോഹിക്കുകയും ചെയ്തിട്ടുള്ള നടപടികളുടെ കഥകളാണിത്. ഈ പിതാവായിട്ടുള്ള മുൻ പഞ്ചായത്ത് സെക്രട്ടറി രാജീവ് എന്നയാൾ നമുക്കൊപ്പമുണ്ട്. ഇദ്ദേഹം കോട്ടയം ഏറ്റുമാനൂർ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപമാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനെ ഒരു കള്ളക്കേസിൽ പോലീസ് കൊടുക്കുകയും ഏറ്റുമാനൂർ സി എന്ന അൻസിൽ അയാൾ കൊടുക്കുകയും അതിനുശേഷം നീതി തേടി ഈ പിതാവ് ഒരുപാട് വാതിലുകൾ മുട്ടി അലഞ്ഞു. പക്ഷേ ഒരിടത്തു നിന്നും അദ്ദേഹത്തിന് നീതി ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ആ കേസ് ആകപ്പാടെ വളച്ചൊടിച്ച് ഈ കുടുംബത്തിനെതിരെ തിരിക്കുന്നതിനാണ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ ശ്രമം നടന്നത് എന്നാണ് രാജീവ് പറയുന്നത്. രാജീവ് കിടങ്ങൂർ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു. കഴിഞ്ഞ മാസം അദ്ദേഹം റിട്ടയർ ചെയ്തു. ഇപ്പോൾ പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തനിക്കും തൻ്റെ മകനും കുടുംബത്തിനുമെതിരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിനെതിരെ അദ്ദേഹം നീതി തേടി മുഖ്യമന്ത്രിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ്. രാജീവ് നമുക്കൊപ്പം ഉണ്ട്. എന്താണ് സംഭവിച്ചത്? മകന്റെ ഒരു വിഷയം, അഭയ് എസ് രാജീവ് മകൻ അല്ലേ? അത് കഴിഞ്ഞ വർഷമാണ് ഈ സംഭവം. 2025 എന്തായിരുന്നു അത്? ഒന്ന് ചുരുക്കി പറയാം. 2025 മാർച്ച് മാസം 20-ാം തീയതി നടന്ന സംഭവമാണ് സാർ. സാർ, മോൻ ഞങ്ങൾ താമസിക്കുന്ന ഏറ്റുമാനൂർ ടൗണിൽ തന്നെയാണ്. അപ്പം പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ബൈക്കിൽ വരുന്ന വഴി പൊന്മാങ്കൽ എന്ന് പറഞ്ഞ ബസ് റൂട്ട് തെറ്റിച്ച് വരികയും ഈ മോൻ്റെ ബൈക്കിലിടിച്ച് അവൻ വണ്ടിയുടെ അടിയിൽ പോകേണ്ടതാണ്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ ഇത് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്ത് വെച്ച് നടന്നതുകൊണ്ട് അവൻ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് നിന്ന സമയത്ത് നേരെ ബൈക്കിൽ ചെന്നിട്ട് ഡ്രൈവറോട്, താങ്കൾ എവിടെ നോക്കിയാണ് താൻ വണ്ടി ഓടിക്കുന്നത്, മനുഷ്യനെ കൊല്ലാൻ പോകണം എന്നൊക്കെയുള്ള ചോദിച്ചേ ഉള്ളൂ. ഈ സമയത്ത് ഡ്രൈവർ 1-2 പ്രാവശ്യം ഇവനെ ചവിട്ടാനായിട്ട് കാല് പോക്കി ഡോറ് തുറന്നു. അതുകൂടാതെ അവനോട് പറഞ്ഞു, നീ അവിടെ നിൽക്കണം, നിനക്കൊട്ടുള്ള പണി വരുന്നുണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ മോൻ ശരിക്കും ബൈക്കിലിരുന്നാണ്. എന്നിട്ട് അവൻ ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്നാൽ താനെ എനിക്കിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട് അവൻ കൈയും കെട്ടി പുറകെ നിൽക്കുവാണ്. ഒരു 4 മിനിറ്റിനുള്ളിൽ ഈ ഏറ്റുമാൻ സി അൻസലും 4 പോലീസുകാരും, സി ഐയും ഡ്രൈവറും മാത്രമേ യൂണിഫോമിലുള്ളൂ, ബാക്കി എല്ലാവരും മഫ്തിയില്ല. ഇവർ വന്ന് നേരെ പുറയുന്നു വന്നിട്ട് ഒരു അക്ഷരം പോലും ചോദിച്ചിട്ടില്ല ആരോടും.
അവിടെ നിന്നവരോടോ മോനോടോ ഡ്രൈവറോടോ ഒന്നും ചോദിക്കാതെ പുറകിൽ നിന്ന് വന്ന് ഇവനെ അടിച്ച് വീഴ്ത്തുവാണ്. അവിടുന്ന് നേരെ ജീപ്പിലേക്ക് പിടിച്ചിട്ട് ഏറ്റവും പുറകിൽ ഇടിച്ചവനെ കൂട്ടി അതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഈ സമയത്താണ് എൻ്റെ ഫോൺ അവന് ചെല്ലുന്നത്. അപ്പോൾ അവൻ ചോദിച്ചത് ഇത്രയേ ഉള്ളൂ, സാറേ പപ്പ വിളിക്കണമെന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഇത് ചോദിച്ചപ്പോൾ ഈ അൻസൽ ഇറങ്ങി വന്നിട്ട് ഇവൻ്റെ ഈ ഫോൺ ബലമായി പിടിച്ചു വാങ്ങി നിലത്തടിച്ച് പൊട്ടിച്ചു കളഞ്ഞു. അവിടെ നിന്ന് വേറൊരു പയ്യനെയും കൂടി, അവനത് ബസ്സിൽ കിളിയാണെന്നാണ് പറയണത്, എന്ന് അറിയില്ല, അവനെയും ഇടി കൊടുത്തിട്ട് അവനെയും ജീപ്പിൽ കയറ്റി നേരെ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തൊരു മീഡിയേഷൻ സെൻ്റർ ഉണ്ട്, ജനമൈത്രി മീഡിയേഷൻ സെൻ്റർ, അങ്ങോട്ടാണ് ഈ ജീപ്പ് പോയത്. ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് പോലീസിൽ നിന്ന് കിട്ടിയതിൻ്റെ വിവരാശ പ്രകാരം കിട്ടിയ CCTV ഫുട്ടേജ് ഉണ്ട്. അതിലെല്ലാം ക്ലിയറായിട്ട് കാണാം ഇതെല്ലാം. ഈ മീഡിയേഷൻ സെൻ്ററിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് ഒരു 7-8 മിനിറ്റോളം ഇവനെ കുതിരെ തല്ലി. ലാത്തി കൊണ്ടടിച്ചു. അതാണ് അവൻ്റെ പുറം. ആ ഫോട്ടോ എല്ലാം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആ ഫോട്ടോ കണ്ടിരുന്നു. ലാത്തി കൊണ്ട് പുറം മുഴുവൻ അടിച്ച് നല്ല മർദ്ദനമാണ്, നന്നായിട്ട് അടിച്ചു. എന്നിട്ട് ഇവൻ നിലത്ത് വീണ് സാറേ. സങ്കടം വരും, കാരണം ഇവന് ഡിപ്രഷൻ കൂടിയുണ്ട്. അവന് 4-5 വർഷമായിട്ട് ഡിപ്രഷൻ ട്രീറ്റ്മെൻ്റ് ഉള്ളതാണ്. ഇവൻ നിലത്ത് വീണപ്പം ഈ കഴുത്തിനിട്ടും തലയുടെ ബാക്കിലിട്ടൊക്കെ ഇവർ ചവിട്ടിയെന്നാണ് പറയണം. ഇതെന്ത് തെറ്റ് ചെയ്തിട്ടാണെന്നാണ് മനസ്സിലാത്തത്. അവന് ചോദിക്കണം ഞാൻ എന്ത് ചെയ്തു, ഈ ബസ്സിൻ്റെ അടി അവൻ ശരിക്കും പോകേണ്ടതാണ്. ഭാഗ്യം കൊണ്ടാണ് അവൻ അന്ന് രക്ഷപ്പെട്ടത്. ഈ സ്പോട്ടിൽ വെച്ച് തന്നെ ഒരു 4 മാസം കഴിഞ്ഞിട്ട് വേറൊരു ബസ് ഒരു പയ്യനെ 25 വയസ്സുള്ള പയ്യനെ ഇടിച്ച് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് മരിച്ചു. ഇപ്പോഴും അതുവഴി ബസ് പോകുന്നുണ്ട്, ആരും അവിടെ നിയന്ത്രിക്കാനായിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് എൻ്റെയും വൈഫിൻ്റെയും കൂടെ മോനെ പറഞ്ഞു വിട്ടു സ്റ്റേഷനിൽ നിന്ന്. വീട്ടിൽ വന്ന് ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടം. ഇത്രയും അടിച്ചു പൊട്ടിച്ച് ഞങ്ങളപ്പോൾ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടർ അവിടെ നിന്ന് ഇൻറ്റിമേഷൻ കൊടുത്തു MLCക്ക്. പക്ഷേ പിറ്റേ ദിവസം ഞാൻ സ്റ്റേഷനിൽ ചെന്ന് ഇവൻ്റെ ബൈക്കും ഫോൺ എടുക്കാൻ ചെന്നപ്പം ഈ CI എന്നോട് തട്ടിക്കയറി. അവിടെയുള്ള ഒരു 20ഓളം പോലീസുകാർ ചേർന്ന് എന്നെ വളഞ്ഞു വെച്ച് ആക്രോശിച്ച് എന്നെ ലാസ്റ്റ് ഞാൻ അവിടെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് എന്നെ റിമാൻഡ് ചെയ്യാൻ പോയി. അപ്പോഴാണ് എൻ്റെ ചേട്ടനായിട്ടുള്ള CK ബാബു, പുള്ളി റിട്ടയർഡ് DSP ആണ്, പുള്ളീനെ തൊട്ടടുത്ത് തന്നെ താമസിക്കും, പുള്ളീനെയൊക്കെ വിളിച്ചു വരുത്തി ഇത് കോംപ്രമൈസിലേക്ക് ആക്കി. എന്നിട്ട് മകനെ ലാത്തി കൊണ്ട് അടിച്ചു എന്നുള്ള വിഷയമാണ് അവർക്ക് പ്രശ്നമായത് അല്ലേ? അതോ മറ്റേ വണ്ടിയുടെ വിഷയമാണോ? അല്ല സാറേ, ഈ ഇത്രയും പരിക്ക് പ്രത്യക്ഷത്തിലുണ്ട്, ഡോക്ടർ സർട്ടിഫിക്കറ്റും ഉണ്ട്, സർട്ടിഫിക്കറ്റും എല്ലാം ഉണ്ട്, പോലീസ് മർദ്ദനത്തിൽ ഉണ്ടായതാണെന്ന്. അപ്പം ഞാൻ പരാതിയായിട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും, അവർക്കറിയാത്. അതുകൊണ്ട് അവർ പറഞ്ഞു നിങ്ങൾ പരാതിയായിട്ട് പോവുകയാണെങ്കിൽ മോനെതിരെ ഞങ്ങൾ കാപ്പയുമുത്തും. കാരണം ഇവന് കോളേജ് പഠിക്കുമ്പോൾ SFIയുടെ യൂണിറ്റ് കമ്മിറ്റി വൈസ് പ്രസിഡന്റോ അങ്ങനെ എന്തോ നിലവിലൊക്കെ പ്രവർത്തിച്ചിരുന്ന. അപ്പോൾ 2 കേസുണ്ട് അവന്. ആ 2 കേസുള്ള ക്യാമ്പസ് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവനെ ഞങ്ങൾ ഈ കേസും കൂടി ചുമത്തി അവനെ കാപ്പയുമുത്തും, പത്രസമ്മേളനം വിളിക്കും, നിങ്ങളുടെ ജോലി കളയും എൻ്റെ. കാരണം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസെടുക്കും. അങ്ങനെ എൻ്റെ ജോലി കളയും. അങ്ങനെ ഭീഷണിപ്പെടുത്തി ഞങ്ങളപ്പോൾ അവിടെ വഴങ്ങി. എനിക്ക് സ്റ്റേഷനിൽ വെളി ഇറങ്ങണം, കാരണം ഇല്ലെങ്കിൽ എന്നെ പിടിച്ച് റിമാൻഡ് ചെയ്യും. അത്രയ്ക്കും ഒരു ബോധമില്ലാത്ത രീതിയിലാണ് അവരുടെ പെരുമാറ്റം. അങ്ങനെ ഇവർ മോനെ രാത്രി അന്ന് തന്നെ വിളിച്ചു വരുത്തിയിട്ട് പരാതി ഇല്ലയെന്ന് എഴുതി മേടിച്ചു. ഇത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. ഞാൻ അപ്പം തന്നെ എല്ലാവർക്കും പരാതി കൊടുക്കാനുള്ള തീരുമാനത്തിൽ ഞാൻ ഇറങ്ങി. പിറ്റേ ദിവസം 23-ാം തീയതി ഞാൻ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി അടക്കം DGP അടക്കം എല്ലാവർക്കും പരാതി മെയിൽ ചെയ്തു. അപ്പോഴാണ് ഇവർക്ക് ഹരിജൻ അട്രോസിറ്റി, SC അട്രോസിറ്റി വെച്ച് ഞങ്ങൾ SC വിഭാഗമാണ്, SC അട്രോസിറ്റി വെച്ച് ഞാൻ കേസ് ഈ പരാതികൾ എല്ലായിടത്തേക്കും അയച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് സംഗതി പ്രശ്നമായെന്ന് അറിഞ്ഞുകൊണ്ട് 20-ാം തീയതി സംഭവം നടക്കുന്ന ഓർക്കണം. 23-ാം തീയതി രാത്രി 10 മണിക്ക് ശേഷം ഈ ഡ്രൈവർ എന്ന് പറഞ്ഞ ഈ പൊന്മാങ്കലിൻ്റെ ഡ്രൈവറെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് പോലീസുകാർ പറയുന്ന രീതിയിൽ പരാതി എഴുതി മേടിച്ചു. ഡ്രൈവർ ഡോക്ടറുടെ അടുക്ക പോയിട്ടില്ല. ഈ സംഭവത്തിന് ശേഷം അന്ന് അടുത്ത ട്രിപ്പ് എടുത്ത് പോയ ഡ്രൈവറാണ്. അല്ല, അവിടെ പോയതിന് ഒരു തെളിവില്ലല്ലോ, CCTV ഉണ്ടല്ലോ അല്ലേ? CCTV ഉണ്ട് സാറേ. ഈ ഡ്രൈവർ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് ഇവർ മോനെതിരെ കേസെടുത്തിരിക്കുന്നത് ഡ്രൈവറെ ഹെൽമെറ്റിന് തല്ലി, വധഭീഷണി മുഴക്കി, അവിടെയുള്ളവരെ തല്ലാൻ ശ്രമിച്ചു, പോലീസുകാരെ തല്ലി എന്നൊക്കെ പറഞ്ഞ രീതിയിലാണ് കള്ളക്കേസ് എടുത്തിരിക്കുന്നത്. അങ്ങനെ FIR ഇട്ടു. ഇട്ട് 2 കേസ് എടുത്തിരിക്കും. ഒന്ന് ആദ്യം ബസ് സ്റ്റാൻഡിൽ ബഹളം വെച്ചു എന്നുള്ളതിന് 118A പ്രകാരം ഒരു കേസ് എടുത്തിട്ടുണ്ട്. അത് 6 മണിക്ക് കേസെടുത്തു. 6:15 മോൻ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് വേറൊരു കേസ്. ശരി. എന്നാൽ ഈ സംഭവ സ്ഥലത്ത് വന്നത് CIM പാർട്ടിയാണ്. പക്ഷേ FIR പ്രകാരം ഗ്രേഡ് SI കൂടി ടീം വന്നാണ് ഇവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് പറയുന്നത് എന്നാണ് എല്ലാം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 25-ാം തീയതി എൻ്റെ വീട്ടിൽ ഇവരൊരു 15-20ഓളം പോലീസുകാർ വന്നു, വനിതാ പോലീസ് അടക്കം. റെയ്ഡ് ചെയ്യാൻ മതി. എന്താണ് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുക. അപ്പം നോക്കുമ്പോഴാണ് ചുറ്റും ഡോറൊക്കെ വന്ന് തല്ലിപ്പൊളിക്കുക. അപ്പോൾ പറഞ്ഞു താങ്കളെയും മകനെ അറസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു സാർ എന്ത് കാര്യം? അപ്പോൾ താങ്കളുടെ മകൻ ഇന്ന പലിശ ഉണ്ടാക്കി എനിക്കെതിരെ കേസുണ്ടെന്ന്. ഇത് കഴിഞ്ഞിട്ട് ജനങ്ങളൊക്കെ കൂടി ചാനലുകാരൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇവർ എന്ത് ചെയ്തു, ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നില്ല, ഞങ്ങൾ ബൈക്ക് എടുക്കാൻ വന്നു. തൊണ്ടിയായിട്ട് ഇവൻ്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോയി.
അപ്പോൾ തന്നെ മോൻ ഹോസ്പിറ്റലൈസ്ഡായി, ഉം. അവൻ വീട്ടിലില്ലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഈ SC അട്രോസിറ്റി വെച്ച് കേസ് ഫയൽ ചെയ്യാതിരുന്നപ്പോഴാണ് ഇവർ, കാരണം ഞങ്ങൾക്കെതിരെ ഒരു കേസുണ്ട്, അതായത് പഴയ ചേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു SP VG വിനോദ് കുമാർ എന്ന് പറയും. ഓ, അദ്ദേഹം ഉണ്ട്. അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. ഉം. പുള്ളിയും ചേട്ടനും തമ്മിലുള്ള ചെറിയൊരു ഇഷ്യൂ, അതായത് ചേട്ടൻ ലീവ് എടുത്തത്, LTC എടുക്കുന്നത് ഉണ്ട്. ആ. ഇദ്ദേഹത്തിന് പിടിച്ചില്ല. ചേട്ടൻ പെൻഷൻ ആണതിൻ്റെ ഒരു 2 മാസം മുമ്പ് LTC എടുത്ത് പോയത് ഇദ്ദേഹം പിടിച്ചിട്ട് ഇദ്ദേഹം ചേട്ടനെ വിളിച്ച് ഹരാസ് ചെയ്യുക, ചേട്ടനെ മോശമായിട്ട് ഒത്തിരി. ഈ VG വിനോദ് കുമാറിനെതിരെ നിരവധി പരാതികളുള്ള ആളാണ്. ഇപ്പൊ ഈ ചേട്ടനുമായിട്ട് അദ്ദേഹം നല്ല ഇതിലായിരുന്നു അല്ലേ? നല്ല ബന്ധത്തിലായിരുന്നില്ല, കാരണം 4-5 മാസം ഒരുമിച്ച് വർക്ക് ചെയ്തുള്ളൂ. എങ്കിൽ പോലും ഈ പറഞ്ഞ ചേട്ടൻ ലീവ് എടുത്തതായിട്ട് ബന്ധപ്പെട്ട് LTC എടുത്തത് ബന്ധപ്പെട്ട് ഇഷ്യൂ ഉണ്ടായി. ചേട്ടനെ വളരെ മോശമായിട്ട് ഹരാസ് ചെയ്തു. അതിനെതിരെ ചേട്ടൻ പരാതി കൊടുത്തു. അപ്പോൾ ചേട്ടനെതിരെ അവിടുത്തെ ഒരു ലേഡി സ്റ്റാഫിനെ വെച്ച് അവരോട് മോശമായിട്ട് പെരുമാറിയെന്നൊക്കെ കാണിച്ചുകൊണ്ട് കള്ളക്കേസ് എടുത്തു. ചേട്ടൻ ഇദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുത്തു. പിന്നെ ഭയങ്കര സമ്മർദ്ദം വന്ന് ചേട്ടൻ തന്നെ അത് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളെ കൊടുക്കാൻ വേണ്ടി ഇവർ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഞാനും ചേട്ടനും ജാതി തട്ടിപ്പിലൂടെ സർവീസിൽ കയറിയാണെന്നൊക്കെ പറഞ്ഞ് ഒരു കള്ളപ്പരാതി ഏതോ ഒരു അഡ്വക്കേറ്റ് അഭിലാഷ് ജോസഫ് എന്ന് പറയും, പാലക്കാരൻ. നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല, പുള്ളിക്ക് നമ്മളെ അറിയില്ല. ഈ അഭിലാഷ് ജോസഫിനെ കൊണ്ടൊരു കള്ളപ്പരാതി കൊടുപ്പിച്ചിരുന്നു. അത് കിർത്താഡ്സിലൊക്കെ സ്വാധീനം ചെലുത്തി. കാരണം കിർത്താഡ്സിലെ ഉദ്യോഗസ്ഥരെയും കൊണ്ട് ഈ വിജിലൻസുകാരാണ് ജീപ്പിൽ ഓരോ സ്ഥലത്തും നടന്നിരിക്കുന്നത്. കാരണം വിജിലൻസിന് ഒരു റോളും ഇല്ല ഇത് അന്വേഷിക്കാനായിട്ട്. ഇല്ല. പക്ഷേ ഇതെല്ലാം ഒരാൾ തന്നെയാണ് ഇതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്നത്. അന്ന് ഈ പറഞ്ഞ വിനോദ് കുമാർ വിജിലൻസ് SP ആണ്. അപ്പോൾ അദ്ദേഹത്തിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് തെളിവുകളുണ്ടാക്കി. ശരിക്കും അധികാര ദുർവിനിയോഗം, അതാണ് അവിടെ നടന്നത്. അങ്ങനെ ഈ കേസ് കിർത്താഡ്സിൽ പെൻഡിങ്ങാണ്. അപ്പം ഞാൻ എൻ്റെ മോൻ്റെ വിഷയം SC അട്രോസിറ്റി വെച്ച് കേസ് ഫയൽ ചെയ്യാനായിട്ട് എല്ലാം തയ്യാറാക്കി അഡ്വക്കേറ്റുമായിട്ട് കണ്ട് തയ്യാറാക്കി സബ്മിറ്റ് ചെയ്യണതിൻ്റെ 2 ദിവസം മുമ്പ് എൻ്റെയും ചേട്ടൻ്റെയും ജാതി റദ്ദ് ചെയ്ത് ഉത്തരവ് മേടിച്ചുകൊണ്ട് വന്നു. ഓ, നിങ്ങളിപ്പോൾ നിലവിൽ ഏത് ജാതിയായിരുന്നു? ഞങ്ങൾ SC വിഭാഗമാണ്, പരവ സമുദായമാണ്. പരവ സമുദായം. അപ്പം നിങ്ങൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്? സാറേ, എൻ്റെ അച്ഛൻ ഈഴവനും അമ്മ പരവ സമുദായം. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചും അന്നത്തെ നിയമം അനുസരിച്ചും ഏത് കാസ്റ്റ് വേണം നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നു, എൻ്റെ കുട്ടികളെല്ലാം SC വിഭാഗത്തിലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ ഈഴവരാണെന്നുള്ളത്. ആ രീതിയിലാക്കി നിങ്ങളുടെ SC/ST അത് ഒഴിവാക്കി. അതെ, കിർത്താഡ്സിൽ സ്വാധീനം ചെലുത്തി. അതുപോലെ തന്നെ സ്ക്രൂട്ടനി കമ്മിറ്റി ഉണ്ട് കേട്ടോ ഗവൺമെന്റ്, അവിടെ എല്ലാം സ്വാധീനം ചെലുത്തി. അതിനൊക്കെ അവർക്ക് ആളുണ്ട് മന്ത്രിതലത്തിലും. അവരുടെ അതോടെ നിങ്ങളുടെ SC/ST എന്നുള്ള ആ ഒരു പരിഗണന ഇല്ലാതെ വന്നു. എന്നിട്ട് ഇനി അതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അഥവാ എന്നെ SC എന്ന് ഒഴിവാക്കിയാൽ തന്നെ എൻ്റെ വൈഫ് SC ആണ്. അപ്പോഴും എൻ്റെ മകന് SC വോട്ട് ചെയ്യാം. അതിനിവർ ചെയ്യുന്നതെന്നറിയോ? ഈ ഓർഡർ ഇറങ്ങിയപ്പം ഏറ്റവും അടിയിൽ ഒരു ക്ലോസും കൂടി ചേർത്തു. രാജീവിൻ്റെ മക്കളുടെ ജാതിയും കൂടി പുനഃപരിശോധിക്കേണ്ടതാണെന്ന് അവിടെ എഴുതി ചേർത്തു. ഈ കിർത്താഡ്സിൻ്റെ റിപ്പോർട്ട്, കിർത്താഡ്സിൻ്റെ എല്ലാം സ്ക്രൂട്ടിനി കമ്മിറ്റിയുടെ അവരാണല്ലോ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ കൃത്യമായിട്ട് ഒരു സെൻറ്റൻസ് കൂടി വന്നു. കാരണം ഇനി എന്നെ ഒഴിവാക്കിയാലും എൻ്റെ മകൻ SC ആയിട്ട് വരും. അപ്പോൾ അതും ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്ത പണിയാണ്. അതൊക്കെ ശരിക്കും ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ മന്ത്രി വാസവനാണോ? മന്ത്രി ഇടപെട്ടിട്ടുണ്ട്, ഉറപ്പ് കേസാണ്. കാരണം ഗവൺമെന്റിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം വരണമെങ്കിൽ മന്ത്രി, ഞാൻ വിവരാവകാശ പ്രകാരം ചോദിച്ച് മനസ്സിലാക്കിയാൽ 3600ഓളം കേസുകൾ പരാതികൾ പെൻഡിങ് ആണ് കിർത്താഡ്സിൽ. ഞങ്ങളുടെ കേസ് വെറും 2.5-3 വർഷം കൊണ്ട് തീരുമാനമാക്കി. ഇനി ഒറ്റ കാര്യം, ഞങ്ങൾ 4 പേരാണ് മക്കൾ. ഞാനും ചേട്ടനും, ഇടയ്ക്കൊരു ചേട്ടനുണ്ട്, പെങ്ങളുമുണ്ട്. എൻ്റെയും ചേട്ടൻ്റെയും മാത്രം ജാതി റദ്ദ് ചെയ്തു. അവരുടെ ചെയ്തില്ല. സാധാരണ സർക്കാർ സർവീസിൽ. അതുകൊണ്ട് അവർക്ക് വേണ്ട റദ്ദാക്കി. അത്രയ്ക്ക് ഈ പറഞ്ഞ ഈ ഒരു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പോകാൻ പറ്റിയില്ല. പിന്നെ നിങ്ങൾ കൊടുത്ത പരാതിയിൽ എന്ത് പറ്റി സംഭവിച്ചു? പിന്നെ ഞാൻ ഈ പറഞ്ഞ ഹൈക്കോടതി പോയപ്പോൾ ഒരു അബദ്ധം, ചെറിയൊരു വീഴ്ച പറ്റിയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ തെളിവുകൾ ഞങ്ങളുടെ ഇല്ലായിരുന്നു. ഈ കാരണം ഈ വീഡിയോ തന്നെ ഞാനൊരു 4 മാസം ഫൈറ്റ് ചെയ്തിട്ടാണ് എനിക്ക് CCTV ഫുട്ടേജ് തരുന്നത്. CIക്ക് കൊടുത്തു, തന്നില്ല. DYSP കൊടുത്തു, തന്നില്ല. ലാസ്റ്റ് SP ആയിട്ട് ഫൈറ്റ് ചെയ്താണ് ഞാനത് മേടിച്ചത്. ഇതെല്ലാം വെച്ച് ഞാൻ ഡിവിഷൻ ബെഞ്ചിൽ പോയി. ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത്, കാരണം ഒത്തിരി ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. കാരണം എൻ്റെ മകനെ ചികിത്സിച്ച ഡോക്ടറുടെയൊക്കെ പോയിട്ട് ഈ അവിടുത്തെ ഗ്രേഡ് SI ജയപ്രകാശ് എന്ന അവരുടെ പേര്, അയാൾ ഈ പറഞ്ഞ ഡോക്ടറുടെ മൊഴിയിൽ തിരുത്തി. ഡോക്ടർ പറഞ്ഞ കാര്യം അല്ല ഇവർ എഴുതി വെക്കുന്നത്. ഡോക്ടർ പറഞ്ഞത് ഈ പയ്യൻ അണ്ടർ ട്രീറ്റ്മെന്റ് ആണ്, ഇവന് രോഗവിവരങ്ങളാണ് ഡോക്ടർ പറഞ്ഞത്. അതെ. പക്ഷെ അത് എഴുതിയിട്ട് ലാസ്റ്റ് ഒരു 4 വരി 5 വരിയോളം ഇവൻ ഡ്രഗ് അഡിക്റ്റ് ആണ്, ഇവൻ ആശുപത്രി അടിക്കുക തകർക്കാൻ ശ്രമിച്ചു. സ്വന്തമായിട്ട് എഴുതിച്ചു. ഇവർ എഴുതി ചേർത്തു. എന്ന് വെച്ചാൽ അവനിപ്പോൾ ചെന്ന് ഏറ്റുമാനൂർ ചെന്ന് ബസ് ഡ്രൈവറെ കൊല്ലണമെന്നാണ് പറയുന്നതും കൂടി ചേർത്ത്. അതുപോലെ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവനാന്നൊക്കെ ഒരു ഡോക്ടറുടെ അതിന്റെ സ്റ്റാൻഡേർഡിൽ വേണ്ട എഴുതാൻ. അതെ.
ഇത് എഴുതാൻ കാര്യം തന്നെ ഇവന് ജാമ്യം കിട്ടരുത്. ഓ, ഇവൻ ചെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ഇല്ലായിരുന്നു, ഇവർ സ്വന്തമായിട്ട് എഴുതി ചേർന്നു. ഇവർ സ്വന്തമായിട്ട് ഇത് അറിഞ്ഞ് ഡോക്ടറോട് ഞങ്ങളപ്പം തന്നെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഉടനെ വരണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ നോട്ടറൈസ്ഡ് അഫിഡവിറ്റ് തന്നു. പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്, വെറുതെ എഴുതരുമല്ലോ, നോട്ടറൈസ്ഡ് അഫിഡവിറ്റ് ആയിട്ടാണ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും ഈ പയ്യൻ എന്താണ് അസുഖമെന്നും ചൂണ്ടിക്കാണിച്ചോണ്ടൊരു നോട്ട് അവർ തന്നിട്ടുണ്ട്. ഇത് സാറേ ഇതെല്ലാം വെച്ച് ഞാൻ കൊടുക്കാവുന്ന പരാതികൾ ഇനി കൊടുക്കാനിടയില്ല. കേരളത്തിലെ SC/ST കമ്മീഷൻ, നാഷണൽ SC/ST കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ഗവർണർ, എവിടെ കൊടുത്താലും ഉണ്ടല്ലോ എല്ലായിടത്തും കൃത്യമായിട്ട് അന്വേഷണം വന്നു. പക്ഷെ അന്വേഷണം വരുന്നത് എവിടെ? കോട്ടയം SP ഷാവുൽ ഹമീദിൻ്റെ അടുത്ത്. ഈ പറഞ്ഞ കോട്ടയം SP പുള്ള കീഴിലുള്ള ഒരു 4 DSPമാരുണ്ട്, എന്തും വൃത്തികേടും ചെയ്യുന്നവർ. അതിൽ ഒരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ DCRB DSP ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ കേസ് ആദ്യം DSP ജ്യോതികുമാർ സാറാണ്. ജ്യോതികുമാർ വിജിലൻസിലിരുന്ന് അദ്ദേഹം 2 വിജിലൻസ് കേസ് ഇവരുടെ കള്ളത്തരം കണ്ടുപിടിച്ചതിന്റെ പേരിൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ പോലും നിഷേധിക്കപ്പെട്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. അത് പറഞ്ഞാൽ വളരെ സത്യസന്ധമായ ഉദ്യോഗസ്ഥനാണ്. അതെ, സാറ് മാത്രം. അതായത് എൻ്റെ ഈ കേസ് 1 വർഷം മുമ്പേ തീരുമാനമാകേണ്ട. കാരണം ആദ്യം അന്വേഷിച്ചത് ജ്യോതികുമാർ സാറാണ്. അന്വേഷിച്ചത് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചു. നിങ്ങൾ അതിപ്പോ തയ്യാറാക്കി. ഇതിന് 1 വർഷം മുമ്പ് ഈ സാറ് റിപ്പോർട്ട് തയ്യാറാക്കിയതാ. അന്ന് റിപ്പോർട്ട് അയക്കണ സമയപ്പം അദ്ദേഹം ലീവ് എടുത്തു. ലീവ് എടുപ്പിച്ചാകാനാണ് സാധ്യത. എന്നിട്ട് കാഞ്ഞിരപ്പള്ളി DSP വന്നു തോന്നുന്നു, ഒരു സാജു വർഗീസ് അങ്ങനെ ഒരു ആള് വന്നിട്ട് പച്ച കള്ള എഴുതി വിട്ടു, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല, എന്റെ മകനാണ് ഡ്രൈവറെ തല്ലി. ഇത്രയും തെളിവുകൾ ഉണ്ടായിരുന്നിട്ടും അത്ര കൃത്യം. അത് ഞാൻ ഉണ്ടാക്കിയ തെളിവുകൾ, അത് എന്റെ വീഡിയോ അല്ല, ഞാൻ എടുത്തല്ല. ഞാനത് പരിശോധിച്ചു, നിങ്ങളുടെ ആ സംഭവമൊക്കെ പരിശോധിച്ചപ്പോൾ ഈ തെളിവുകളെല്ലാം നിങ്ങൾക്ക് അനുകൂലമാണ്. എല്ലാം അനുകൂലമാണ് സാറേ. ഒരു ഡോക്ടറുടെ ഒരു സൈക്കാട്രിസ്റ്റിന്റെ മൊഴി തിരുത്താന്ന് പറഞ്ഞാൽ അത്രയും ഗുരുതരമായ വീഴ്ചയെന്ന് ഓർത്ത് നോക്കി. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള വീഡിയോ. അതുപോലെ മീഡിയേഷൻ സെന്ററിലേക്ക് ജീപ്പ് കയറുന്നു, 7 മിനിറ്റ് ശേഷം തിരിച്ച് റിവേഴ്സിൽ ഇറങ്ങി വരുന്നു. അതല്ല ഈ DSP ജ്യോതികുമാർ രണ്ടാമത് കൊടുത്ത റിപ്പോർട്ട് പരിശോധിച്ച് അദ്ദേഹം റിപ്പോർട്ട്. ഇനി ഏറ്റവും അവസാനം ഈ 1 വർഷത്തോളം ഈ കേസ് ഇങ്ങനെ നീണ്ട്, കാരണം എല്ലാവരും അന്വേഷിക്കും. ഈ പറഞ്ഞ ക്രൈംബ്രാഞ്ച് DSP, നാർക്കോട്ടിക് സെൽ DSP, ഒരു AJ തോമസ് എന്നൊക്കെ പറഞ്ഞ ഇവരൊക്കെ എന്നെ വിളിച്ച് മൊഴി എടുക്കും, കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറയും. പക്ഷെ കൊടുക്കുന്ന റിപ്പോർട്ട് ശുദ്ധ അസംബന്ധം. ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ ഗതി കേട്ടിട്ട് ഞാൻ നാഷണൽ SC കമ്മീഷൻ കൊടുത്തു വരാം. അവിടുന്ന് കൃത്യമായിട്ട് ഞാൻ DGP അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞ് എനിക്ക് കോട്ടയം പോലീസിന് വിശ്വാസമില്ല, ഈ പറഞ്ഞ ഒരു DSP മാത്രമേ അവിടെ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് പറയും. എന്തുകൊണ്ടോ അവിടുന്ന് IG ഓഫീസിൽ നിന്ന് നേരെ ഈ ജ്യോതികുമാർ സാറിന് DCRB DSP കൊണ്ട് അന്വേഷിപ്പിച്ചു. അദ്ദേഹം കൃത്യമായിട്ട് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ട് 4 മാസം കഴിഞ്ഞ് ആ റിപ്പോർട്ട് ഇപ്പോഴും DGPയുടെ മേശപ്പുറത്തുണ്ട്. എന്നിട്ട് അവർ ഈ നാഷണൽ SC കമ്മീഷന് കൊടുക്കുന്നതിന് പകരം, ഈ റിപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം അവർ ഒരു അഡീഷണൽ SP വിശ്വനാഥൻ എന്ന് പറയും, കഴിഞ്ഞ മാസം റിട്ടയർ ചെയ്തു, അയാളെ കൊണ്ട് കള്ള റിപ്പോർട്ട് തയ്യാറാക്കിയാണ് ഈ കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. ഈ ജ്യോതികുമാറിന്റെ റിപ്പോർട്ട് പൂഴ്ത്തി, എന്നിട്ട് വേറെ അന്വേഷണം നടത്തി. പക്ഷേ അത് എൻ്റെ കയ്യിലുണ്ട് സാറേ. അത് ഞാൻ ഈ പറഞ്ഞ RTA പ്രകാരം തന്നെ ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. അത് അവർക്കറിയില്ല. IG ഓഫീസിലോ DGP കാര്യം അറിയില്ലെന്ന് എനിക്ക് തോന്നണം. കാരണം അങ്ങനെ ഒരു സാധനം ഉള്ളപ്പം ഇവർ ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. ഓക്കെ, അപ്പം തികച്ചും ആസൂത്രിതമായിട്ടൊരു ശ്രമമാണ് നടന്നത്. ശരിക്കും ഇതിനകത്ത് സത്യത്തിൽ ആ ബസ്സുകാരനും നിങ്ങളുടെ മകനുമായിട്ടുള്ള വിഷയം നിസാര വിഷയമാണ്. അവർ 2 കൂട്ടരും 2 വഴിക്ക് പോയതാണ്. ഇതിനകത്ത് ഇപ്പോൾ ഇത്രയും വലിയ നടപടി ഉണ്ടാക്കിയത് ഈ CI ഷോ കാണിച്ചാ സാറേ. അതിന് വേറെ കാര്യമുണ്ട്. CI ഷോ കാണിക്കാനുള്ള കാര്യം കൂടി ഞാൻ പറയാം. CIനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വിളിക്കണമായിരുന്നറിയോ? ഏറ്റുമാനൂരിൽ തന്നെ 3 കേസുള്ള ഒരു വ്യക്തിയാണ്. 307 അടക്കം ഉള്ള കേസിലെ പ്രതിയാണ് ഈ CIനെ ഫോൺ ചെയ്യണത്. അയാൾക്ക് നിങ്ങളോട് വിരോധമുള്ള ആളാണ്? ഒരു വിരോധവും ഇല്ല. അപ്പോൾ ഈ CI ഈ 3 കേസുള്ള പ്രതിയായിട്ട് CIക്ക് തന്നെ ബന്ധം തന്നെ. ഇയാൾ വിളിച്ചുകൊണ്ട് ഇയാൾ ചാടി വന്ന് സിനിമാ സ്റ്റൈലിൽ ഷോ കാണിച്ചതാണ്. അപ്പോൾ അവസാനം CIക്ക് പണിയാകുമെന്ന് അറിയുമ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും ഈ മുൻമന്ത്രി. ഉറപ്പായിട്ടും. കാരണം അവിടുത്തെ കോട്ടയം ഈ പറഞ്ഞ അൻസൽ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പോഴും പോലീസ് ഓഫീസറിന്റെ ജില്ലാ പ്രസിഡന്റ്. അത് ഈ വിഷയം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് ഇയാളെ അവിടെ എലക്ട് ചെയ്തെടുക്കുന്നത്. ആ അഹങ്കാരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടത്തും നീതിയില്ല. അപ്പം നിലവിൽ ഇപ്പം ഭരണം മാറി ഇപ്പം നീതി ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടല്ലേ? വിശ്വാസമുണ്ട്. കാരണം ഇതുപോലെ പല കേസുകളും നിങ്ങളുടെ അവിടുത്തെ ഇപ്പോഴത്തെ MLA കണ്ടായിരുന്നോ? നാട്ടകം സുരേഷ് MLA കണ്ടിൽ ഇന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്മളിപ്പോൾ നിലവിൽ ഈ കേസിന്റെ ഒരു സ്റ്റാറ്റസ് എന്താ? നമ്മൾ കോടതിയെ CMB സമീപിച്ചു. CMB ഫയൽ ചെയ്തു, ഏറ്റുമാനൂർ മജിസ്ട്രേറ്റ് കോടതി കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ പറഞ്ഞ രേഖകൾ തെളിവുകളെല്ലാം കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് ഇത് പരിശോധിക്കാനുള്ള വേദി ഇതെല്ലാം, നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞു ഞങ്ങൾ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി ഓൾറെഡി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പോകുമ്പോൾ യാതൊരു കാരണവശാലും സിംഗിൾ ബെഞ്ചിൻ്റെ വിധി
ഈ കേസ് അന്വേഷണത്തിൽ ഒരു തടസ്സമാകില്ലെന്നാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്. ആ പക്ഷെ അതിനെ വ്യാഖ്യാനിച്ച് ഈ പറഞ്ഞ മജിസ്ട്രേറ്റ് നമ്മുടെ കേസ് സ്വീകരിച്ചില്ല. അതിന് ഞങ്ങൾ റിവിഷൻ ഫയൽ ചെയ്തിരിക്കുകയാണ്. ഓക്കെ. അത് എവിടെ? ജില്ലാ കോടതി, കോട്ടയം ജില്ലാ കോടതി. ഓക്കെ. അപ്പോൾ നമ്മൾ നിയമപരമായിട്ട് ആ വഴിക്കാണ് പോകുന്നത്. പിന്നെ ഔദ്യോഗിക തലത്തിൽ ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കൊടുത്ത പരാതികളെല്ലാം മുക്കിയല്ലോ? എല്ലാം മുക്കി സാറേ. ഞാനൊരു അപ്പോൾ വീണ്ടും പുതുതായിട്ട് പരാതി കൊടുക്കുന്നുണ്ട്? ആ പരാതി പുതിയതായിട്ട് കൊടുക്കുകയാണ്. അയാൾക്കെതിരെ നടപടി അയാൾക്കെതിരെ കൊടുക്കും. ഓക്കെ. അപ്പോൾ ഈ ശരിക്കും ഈ ഒരു SHO ആയിട്ടുള്ള ഈ അൻസിൽ എന്ന് പറയുന്ന അയാളുടെ ഒരു ഈഗോ വിഷയം മാത്രമായിട്ടാണ് ഈ നിങ്ങളെ ഇത്രയും വലിയ കള്ളക്കേസ്? സാറേ, നമ്മൾ ഈ എന്നെയോ എൻ്റെ മകനെയോ ആരെയും ഈ CIO അറിയില്ല, ഏറ്റുമാനൂർ പോലീസും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വൈക്കംകാരാണ്. ഞങ്ങൾ ഏറ്റുമാനൂർ വന്നിട്ട് 3 വർഷം 4 വർഷം ആകുന്നേ ഉള്ളൂ. ഇവരറിയുന്നില്ല. പക്ഷേ ഇപ്പോൾ അവർ പറയണത് ഇവൻ റൗഡിയാണ്, ഇവൻ അവിടുത്തെ കാപ്പാ പ്രതി. ഇപ്പോഴും റിപ്പോർട്ട് വേണം എന്നാണെന്നറിയോ, മുൻ കാപ്പാ കേസ് പ്രതിയെയാണ് എൻ്റെ ഈ പറഞ്ഞ CI സാഹസികമായി കീഴടക്കുന്നത്. അല്ല, ഈ കാപ്പാ കേസും ഒക്കെ ഇതിന് ശേഷമല്ലേ ഇവർ? ശേഷം 2-3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പരാതി കൊടുത്തതിന് ശേഷം ഇയാൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. പുള്ളി പറഞ്ഞ് കാപ്പാ ചുമത്തും പത്രസമ്മേളനം വിളിക്കുന്നു. ശരിയാണ്. KG അനീഷ് എന്ന് പറഞ്ഞ DYSP കോട്ടയം, അയാൾ പത്രസമ്മേളനം വിളിച്ച് എൻ്റെ മകൻ കഞ്ചാവാണ്, ഡ്രഗാണ്, മറ്റതാണ്, കുടുംബം പ്രശ്നമാണെന്ന് പറഞ്ഞു. അതിനൊക്കെ ഞാൻ പരാതി പോകുന്നു. അത് ഈ VG വിനോദ് കുമാറിന്റെ ആളായിരുന്നു ഈ അനീഷ്. അതെ 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 അല്ലേ? ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ VG വിനോദ് കുമാറും ഈ മന്ത്രിയും അതുപോലെ തന്നെ അവിടുത്തെ പോലീസിന്റെ അസോസിയേഷൻ മൊത്തം ഞങ്ങൾക്കെതിരെ എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്. ഒരു ഭരണ സംവിധാനം മുഴുവൻ നിങ്ങളെ തിരിഞ്ഞു. അതും ഈ CIനെ സംരക്ഷിക്കാൻ. ഈ CIക്ക് എത്ര പ്രത്യേകത എന്താ ഉള്ളത്? അപ്പൊ ഇപ്പൊ നിലവില് ഇപ്പൊ നമുക്കറിയാം, ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ ഇപ്പൊ എല്ലാവരും ഓടിത്തുള്ളി നടക്കുകയാണ്. അപ്പം അതേപോലെ ഒരു പുനരന്വേഷണമാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ കാര്യത്തിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉണ്ടാവും വേണം സാറേ. കാരണം ഞങ്ങളിപ്പോൾ അവൻ എന്ത് തെറ്റ് ചെയ്യുന്നത് ഇപ്പോഴും ഞങ്ങൾ ചോദിക്കണം, എന്താണ് അവൻ ചെയ്ത തെറ്റ്? അവൻ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അവന് കൊടുക്കേണ്ട ശിക്ഷ കൊടുത്തു. പക്ഷെ ഒരു കുടുംബത്തെയാണ് ഇവർ നശിപ്പിക്കുന്നത്. അവനെ ഡ്രഗ് അഡിക്റ്റ് ആക്കി, അവനെ കാപ്പ ചുമത്തി. ഇവൻ മരിച്ചാലും ഈ കാപ്പ പ്രതി എന്നുള്ള മാറുമോ സാറേ? അപ്പൊ കാപ്പയുടെ അവസാനം എന്തായി? കാപ്പ റദ്ദി സാറേ. കാപ്പ ഞങ്ങൾ അഡ്വൈസറി ബോഡി പോയപ്പം അഡ്വൈസറി ബോഡി ഇവരെ ശരിക്കും വിളിച്ച് ഫയർ ചെയ്യുകയാണ്. അവിടുത്തെ ഏറ്റുമാനൂർ SIനെ വിളിച്ചിട്ട്, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ കൗണ്ടർ കേസുള്ള കാര്യം എന്തുകൊണ്ട് മറച്ചു വെച്ചെന്നൊക്കെ ചോദിച്ചെന്ന് ഫയർ ചെയ്തു. അന്ന് അവരവിടെ വന്നില്ല, അവർ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ ഈ കാപ്പ ചുമത്തി അത് റദ്ദാക്കപ്പെടത്തക്ക രീതിയിലാകുമ്പോൾ ഇത് കള്ളത്തരമാണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ അതിനകത്തും അന്വേഷണം വേണമല്ലോ, പുനരന്വേഷണം വേണമല്ലോ. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് പരാതി കൊടുക്കുന്നത്. ഇത് ഈ CIനെ രക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ SIമാർ വരെ ഇപ്പോൾ ബലിയാടാവും. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ജയപ്രാശ് എന്ന് പറഞ്ഞ SI ആണ് ഈ പറഞ്ഞ മൊഴിയൊക്കെ തിരുത്തി വെച്ചിരിക്കുന്നത്. കാരണം പുള്ളിയാണ് പോയി മൊഴിയെടുത്തത്. അതുകൂടാതെ പല വേറെ SIമാരൊക്കെ വന്ന് അറസ്റ്റ് ചെയ്തായിട്ടൊക്കെയാണ് രേഖ കാണിച്ചിരിക്കുന്നത്. ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് കാണാമല്ലോ. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയനൊപ്പം തന്നെ തുല്യമായ പദവി വഹിച്ചിരുന്ന ഒരാളായിരുന്നു ദേവസ്വം മന്ത്രിയായിരുന്ന VN വാസുവിൻ്റെ ഇടപെടലിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു ഗതി ഞങ്ങൾക്കുണ്ടായത് എന്നാണ് ഈ കുടുംബം പറയുന്നത്, ശ്രീ രാജീവിൻ്റെ കുടുംബം പറയുന്നത്. എന്താണെങ്കിലും വളരെ വലിയ ഒരു കഥയാണ്, ഞെട്ടിക്കുന്ന ഒരു കഥ തന്നെയാണ്. നമ്മളത് കേട്ട് വരുമ്പോഴേക്കും ഒരു CIയുടെ പണി പോകുന്നത് തടയാൻ വേണ്ടി ഒരു കുടുംബത്തിനെതിരെ ഒരു പോലീസ് സംവിധാനം മുഴുവൻ, ഒരു ഭരണ സംവിധാനം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളുകയാണ്. ഭരണം മാറിയ സാഹചര്യത്തിൽ ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തകരായിട്ടുള്ള ഗൺമാന്മാർ അനുഭവിക്കുന്ന പോലെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരവസരത്തിൽ തങ്ങൾക്കും ഈ പോലീസ് മർദ്ദനത്തിൽ, ഈ ലോക്കപ്പ് മർദ്ദനത്തിൽ തൻ്റെ മകനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാർക്കെതിരെ, പ്രത്യേകിച്ചും ഏറ്റുമാനൂർ CI ആയിരുന്ന അൻസിലിനെതിരെ ഒരു നടപടി ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രിയെയും കണ്ട് പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് രാജീവിൻ്റെ ഈ ഒരു പരാതി. ഇതുപോലെ നിരവധി പരാതികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലവിലുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലുണ്ടായ പോലീസ് അതിക്രമത്തെക്കുറിച്ച് അവയ്ക്കെല്ലാം ഒരു പരിഹാരമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.